തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സാത്താൻ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുവാൻ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മ വെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന കർത്തൃപ്രാർത്ഥനയിലെ അപേക്ഷ വിശ്വാസികൾ നേരിടേണ്ട പൈശാചിക പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:11 മുതൽ 13 വരെ വാക്യങ്ങളിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് വായിക്കുന്നു. അദൃശ്യമായ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടം ആത്മീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ അദൃശ്യമായ ആത്മീയ പോരാട്ടത്തെ നിസാരമായി തള്ളിക്കളയുന്നത് സ്വന്തം ജീവിതത്തിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ആന്തരികവും ബാഹ്യവുമായ ഈ പോരാട്ടം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നേരിടേണ്ടി വരും. എന്നാൽ കൂടുതലായും മനുഷ്യ ഹൃദയത്തിലാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവിക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഹൃദയം വഴി മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ ദൈവ ഇഷ്ടം മനുഷ്യൻ സ്വയം അനുസരിക്കണം. സ്വയമായി ദൈവഹിതം എന്തെന്ന് കണ്ടെത്തി അനുസരിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ദൈവാശ്രയമുള്ളവനും അനുസരണമുള്ളവനുമായി തീരുന്നത്. എന്നാൽ പിശാച് തന്ത്രശാലിയാണ്. അവൻ തന്റെ തന്ത്രം ഉപയോഗിച്ച് മനുഷ്യ ഹൃദയത്തെ വശീകരിച്ച് നിർബന്ധിച്ച് തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കും. തിന്മ നന്മയായി ചിത്രീകരിക്കും. ബുദ്ധിപരമായ ആലോചനകൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ സ്വാധീനിക്കുവാൻ സാത്താൻ ബുദ്ധിയാണ് ഉപയോഗിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ആലോചന പറഞ്ഞു തരുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ പ്രവർത്തിക്കുന്നതൊക്കെ സാത്താന്യ പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കണം. ഏത് കാര്യവും തിരഞ്ഞെടുക്കുവാനും മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവാശ്രയ ബോധമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ. പൈശാചിക ശക്തികളോട് പോരാടാതെ ഒരു വ്യക്തിക്കും ആത്മീയമായി വളരുവാൻ സാധിക്കില്ല. എഫേസ്യ ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് ആത്മീയ പോരാട്ടത്തെ നേരിടുമ്പോൾ പരാജയം ഉണ്ടാകുന്നു. പരാജയം നിരാശയിലേക്കും നിരാശ ആത്മീയ ജീവിത അധപതനത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. യെശയ്യാവിന്റെ പുസ്തകം 5:21 തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12:16 ഇതിനുള്ള പരിഹാരം പറയുന്നത് തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. അമിതമായ ആത്മവിശ്വാസം ആത്മീയ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കും. അങ്ങനെയുള്ളവർ പരാജയങ്ങളെയോ പ്രയാസങ്ങളെയോ നേരിടുമ്പോൾ പതറിപ്പോകുന്നു. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ നിരന്തരം വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ പോരാട്ടത്തിനുള്ള ശക്തി ആർജിക്കും. ദൈവാശ്രയമുള്ളവനായി ജീവിക്കുമ്പോൾ തിന്മയ്ക്ക് അതീതനായി നിലകൊള്ളുവാൻ സാധിക്കുന്നു. ഇതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് വായിക്കുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.